ഹായ് ഹലോ നമസ്കാരം, ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഞാൻ ദുബായ് മാള് കാണാനായിട്ട് വന്നപ്പോൾ എടുത്ത വീഡിയോ ആണിത് കേട്ടോ. ഞാനും മോളും മോളുടെ ഹസ്ബൻഡ് അവളുടെ മദറിലെ ആയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ മോളുടെ മദറിലെ കുറച്ച് ദിവസത്തേക്ക് ദുബൈയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ദുബായ് മാൾ കാണാനായിട്ട് മെട്രോ ഇറങ്ങി നടന്ന് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ്. മാളിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല, പോകുന്ന വഴിയാണിത് കേട്ടോ. എന്താണ്, എസ്കലേറ്റർ ഉണ്ട്, അതിനകത്തൂടെ നടക്കുകയാണ്, വാക്കിങ്ങാണ്. അപ്പോൾ ഇതാണ് മോളുടെ അമ്മായിയമ്മ. സാമാന്യം എന്താ പറയുക, മെട്രോയിലും നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ ഇറങ്ങാൻ, ദുബായ് മാളിൽ ഇറങ്ങാനായിട്ട് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ദുബായ് മാളിൻ്റെ ഫ്രണ്ടിലോട്ട് പ്രവേശിക്കുകയാണ് കേട്ടോ. മാളെത്താറായി, മാളിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. ശരിക്കും മെട്രോ ഇറങ്ങിയിട്ട് ഏകദേശം കുറേ ഉണ്ടായിരുന്നു ദൂരെ നടക്കാനായിട്ട്. മുൻപൊക്കെ കാറിൽ വന്നിട്ട് കയറി പോകുന്നത് കൊണ്ടിട്ട് ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മെട്രോയിലായപ്പോഴത്തേക്ക് കുറേ നടന്നിട്ടാണ് ഇനി എത്തിയത്. എനിക്ക് കിലോമീറ്റർ ഉണ്ടാവുമെന്ന് തോന്നുന്നു, കാരണം അത്രയും നടന്നിട്ടുണ്ട്. പിന്നെ AC ആയതുകൊണ്ടിട്ട് കുഴപ്പമില്ലാതെ മാത്രം ചൂടത്ത് നടക്കേണ്ടി വന്നില്ല, അത്ര തന്നെ. അപ്പം ഞാൻ മോളെയും മരുമോനെയൊക്കെ പിടിച്ച് നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് അവരെ നിർബന്ധിച്ച് പിടിച്ച് നിർത്തിയെടുപ്പിച്ചതാണ് കേട്ടോ ഫോട്ടോയൊക്കെ എല്ലാവരുടെയും. ഇതൊക്കെയല്ലേ നമ്മളെ സന്തോഷങ്ങൾ എന്ന് പറയുമ്പം. പിന്നെ ബാക്കിലൊക്കെ തിരിഞ്ഞ് നോക്കുമ്പോൾ ഇതൊക്കെ തന്നെയല്ലേ കാണുള്ളൂ എടുത്ത് വെക്കാനായിട്ട്. അത് കാരണം എടുത്തതാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ കുറച്ച് എന്താ പറയുക, ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഫുഡ് കഴിക്കുന്നിടത്താണ് തിരക്ക്. നമ്മൾ കുറച്ച് നേരം സീറ്റ് പിടിച്ച് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാനും മോളുടെ അമ്മായിയമ്മയും കൂടെ. അവർ ഫുഡ് മേടിക്കാനായിട്ട് പോയി. അവിടെ ഒത്തിരി ക്യൂ നിന്നിട്ടാണ് ഈ ബർഗർ സംഘടിപ്പിച്ച് വന്നത്. നല്ല ബർഗറായിരുന്നു. ചക്രയ്ക്ക് എൻ്റെ ബർഗറിനെ കഴിയും ഇഷ്ടം പൊട്ടറ്റോ ചിപ്സ്, അത് കഴിക്കുന്നതാണ് അവൾക്ക് ഇഷ്ടം. ഒരാൾക്ക് 2 ബർഗർ വെച്ചിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നെക്കൊണ്ട് 2 കഴിക്കാൻ പറ്റില്ല. ഞാനൊരെണ്ണേ കഴിച്ചിട്ടുള്ളൂ, ചക്കരയും ഒന്നേ കഴിച്ചുള്ളൂ. അവരൊക്കെ 2 കഴിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല വൈകിട്ട്. അതുകൊണ്ട് അവരൊക്കെ കഴിച്ചു. ബാക്കി പിന്നെ പാക്ക് ചെയ്ത് ചക്കരയുടെ ബാഗിൻ്റെ ഉള്ളിലാക്കി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട്, വേസ്റ്റാക്കി കളയണ്ടല്ലോ. നല്ല ബർഗറായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ പെപ്സി കുടിച്ചിട്ടാണ് സാധാരണ ദുബൈയിലെത്തിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള പെപ്സി മേടിച്ച് കുടിക്കുമ്പോഴാണ് തൊണ്ടവേദന വരാറ്. അത് കാരണം ഞാൻ കുറച്ച് തണുപ്പ് മാറ്റിയിട്ടാണ് കുടിച്ചത്. അതിനകത്ത് നിറച്ച് ഐസ് കട്ട വാരിയിട്ടിരിക്കുകയാണ് അവർ. അപ്പോൾ അത് നമ്മളിങ്ങനെ എടുത്ത് കുടിക്കുമ്പോഴേ തൊണ്ടയ്ക്കുള്ളിൽ കയറി അങ്ങ് പിടുത്തം തുടങ്ങും. എനിക്ക് കുറേ പ്രാവശ്യം പണി കിട്ടി ഇതുപോലുള്ള ഈ പെപ്സിയും കോളയൊക്കെ കുടിച്ചിട്ട്, ഇതുപോലെ ബർഗറിൻ്റെയും KFCയുടെയും ഒക്കെ കൂടെ കിട്ടുന്ന. ഫോട്ടോ എടുക്കാൻ പോസ് ചെയ്യുന്നതാണ് കേട്ടോ. ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ പോസ് ചെയ്ത് തന്നു. അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് നമ്മളെല്ലാവരും ഭയങ്കര സന്തോഷമായിട്ടെല്ലാം ഫുഡെല്ലാം കഴിച്ചു. ഇനിയും കുറച്ച് വാട്ടർ ഫൗണ്ടനൊക്കെ ഒന്ന് കാണണം. അതിന് വേണ്ടിയിട്ടുള്ള ഇനി അവിടെ എത്തണമെങ്കിൽ കുറേ നടന്നാലാണ് അവിടെ എത്താൻ പറ്റുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ദുബായ് മാൾ കാണാൻ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് കാരണമാണ് ഇത്തവണ എന്തായാലും ഒന്ന് ദുബായ് മാൾ പണ്ട് വരുമ്പോൾ കണ്ടിട്ടുള്ളതാണ്. പിന്നീട് ഇപ്പോഴും പോയില്ല. കണ്ടപ്പോൾ പിന്നെ നടക്കാൻ വയ്യ, ഒത്തിരി നടക്കണ്ടേ, അതിൻ്റെ ഉള്ളിൽ കിടന്ന്
സംഭവം എ സിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ നടക്കുമ്പോൾ ഒന്നും അറിയില്ല, അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. വീട്ടിൽ വരുമ്പോഴാണ് പണി കിട്ടുന്നത്. പിന്നെ ഒത്തിരി ഇതുപോലെയുള്ള ഷോപ്പുകളും കാര്യങ്ങളൊക്കെ കണ്ട് 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 ഇങ്ങനെ ഞാനിവിടുന്ന് ദുബൈ മാളിൽ വന്നപ്പോൾ ലൈവ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ലൈവ് പോണത്. കണ്ട് ഇതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. ഇത് കുറച്ച് നേരം നിന്ന് ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഇതൊക്കെ കാണാനായിട്ട്. അപ്പോൾ ചക്കര പറഞ്ഞു എപ്പോഴും മമ്മിയല്ലേ വീഡിയോ പിടിക്കുന്നത്, ഇനി മമ്മിയുടെ വീഡിയോ തിരിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ മേടിച്ചുകൊണ്ട് പോയി. കുറച്ച് നേരം ഞാനവിടെയൊക്കെ ഒന്ന് കറങ്ങുന്ന വീഡിയോ പിടിച്ചു. അത് ശരിയാണ്, ഞാൻ എപ്പോഴും ഇത് വീഡിയോ പിടിക്കുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. കുറേ നേരം കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ കൈ കഴപ്പും വേദനയൊക്കെ അങ്ങ് തുടങ്ങും. പിന്നെ ഇത് കുറേ വീഡിയോ പിടിച്ചിട്ടാണ് അതിൽ നിന്ന് എഡിറ്റ് ചെയ്ത് കുറച്ചെടുത്ത് ഒരു വീഡിയോ ആക്കി മാറ്റുന്നത്. ചക്കര പിന്നെയും ചെന്ന് ചോദിച്ചിട്ട് തന്നില്ല. ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള അവളെ നിൽക്കുന്നത്. അപ്പോഴാണ് മൊബൈലിൽ സ്ലോ മോഷനുള്ളതിൻ്റെ കാര്യം ഓർത്തത്. അവൾ അപ്പോഴും പറഞ്ഞ് മമ്മി ഒന്ന് സ്ലോ മോഷനിൽ ഒന്ന് വീഡിയോ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ മേടിച്ചിട്ട് അത് സ്ലോ മോഷൻ മോഡലാക്കിയിട്ട് കുറച്ച് വീഡിയോ പിടിച്ചു. നല്ല ഭംഗിയാണ് അവിടെ ഇങ്ങനെ എല്ലാ സംഭവങ്ങളും കണ്ട് നടക്കാനായിട്ട്. പിന്നെ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ ഉള്ളിൽ നല്ല പൈസ വേണം കേട്ടോ. നമ്മൾ സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റത്തില്ല അവിടുത്തെ സാധനങ്ങൾ മേടിക്കുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഇതൊക്കെ കണ്ടിങ്ങ് പോരാന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. പൈസ ഉണ്ടെങ്കിൽ ഇതൊക്കെ മേടിക്കാം ഭയങ്കരമായിട്ട്. എന്നാൽ പിന്നെ ഫുഡൊക്കെ കഴിക്കാം, കുഴപ്പമില്ല. ഫുഡിനൊക്കെ അത്ര വലിയ എമൗണ്ട് ഒന്നും ആവില്ല. സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ കുറച്ച് പൈസ അധികം. ഈ സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് ചക്കരയുടെയൊക്കെ ചെറുതിലേക്ക് വരുന്ന സമയത്ത് 2018 ലാസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ നിന്നിട്ട് നമ്മൾ കുറച്ചധികം വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ടൊന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വീഡിയോ അവിടെ നിന്ന് വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തു. ഈ സ്ഥലമാണ് അത്. ആ ലൈറ്റ് ഇങ്ങനെ മാറി മാറി കത്തിക്കൊണ്ടേയിരിക്കും, ആ ഒരു കിടക്കുന്ന ഷോ ലൈറ്റ്. നടന്ന് കാണാനാണെങ്കിൽ ഒത്തിരി ഏരിയ ഉള്ള ഒരു സ്ഥലമാണ്. നല്ലതാണ് കേട്ടോ. ദുബൈ മാളൊക്കെ സൂപ്പറാണ് കാണാനായിട്ട്. ദുബൈ മാള്, എമിറേറ്റ്സ് മാള്, അതൊക്കെ കുറച്ച് നല്ല മാളുകളാണ്. കുറച്ച് ബോറടിക്കാതെ കണ്ടു നിൽക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ഇത് കുറച്ച് എന്താണ് പറയുന്നത്, അക്വേറിയം പോലുള്ള സംഭവമാണ്. നല്ല ഭയങ്കര വലിയ മീനുകളാണ് കിടക്കുന്നത്. നല്ല ഭംഗിയാണ് അതിനെ അടുത്ത് നിന്ന് നോക്കി കാണാനായിട്ട് കേട്ടോ. നല്ല രസമാണ്.
കുറച്ചധികം സമയം അവിടെ നിന്നപ്പോൾ ആ അക്വേറിയത്തിനടുത്ത് നിന്ന് വീഡിയോ ഒക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയാണത് നമുക്ക് നേരിട്ട് കാണാനായിട്ട്. വീഡിയോയിൽ എത്രത്തോളം ഭംഗിക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് കേട്ടോ. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ ഒരുവിധമൊക്കെ വീഡിയോ പിടിച്ച് സംഘടിപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. പോരാക്കുറവുകളൊക്കെ ഉണ്ടാവാം, എങ്കിലും എന്താ പറയുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണല്ലോ നമ്മുടെ എന്താ പറയുക, ഓരോരുത്തരും സപ്പോർട്ടാകുമ്പോഴാണ് വിജയത്തിലെത്താൻ സാധിക്കുക. അല്ലാതെ ആരും ഒറ്റയ്ക്ക് നിന്നിട്ട് എങ്ങും ഒന്നും വിജയിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതാണ് ദുബായ് മാളിലുള്ള കുറച്ച് വിശേഷങ്ങൾ, എന്നെക്കൊണ്ട് കഴിയുന്ന കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതാണ് ഞാനിപ്പോൾ ഇവിടെ വീഡിയോ ആക്കി കൊണ്ടുവന്നിട്ടത് കേട്ടോ. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ, അതാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇനി മുകളിൽ കയറി വന്നു. പിന്നെ മുകളിൽ കൂടെ പോകുമ്പോൾ കാണുന്ന അക്വേറിയത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ബായ്. അപ്പോഴാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ചക്കര ഒരു റീല് ചെയ്യാൻ മമ്മി എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ട്രെൻഡ് പാട്ടുമായിട്ട് വന്നത്. എനിക്ക് ആണെങ്കിൽ പറ്റുന്നില്ല, അവളെന്നെ ശരിയാക്കി.